ഗൈസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് രസമാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. പാന് നമുക്ക് സ്റ്റൗ കത്തിക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടി നോക്കാം. നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചാൽ മതി. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അത് നല്ല രീതിയിൽ ഇളക്കണം കേട്ടെങ്കിൽ ഇതാ ഈ രൂപത്തിലായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്തു. അപ്പോൾ അതാ ഇത് നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം നല്ല രീതിയിൽ ഒഴിച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടുകൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് ഉലുവ, പിന്നെ ജീരകം, നല്ല ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കട്ടെ. നല്ല അത്യാവശ്യം വലിപ്പമൊക്കെ ആയിക്കോട്ടെ. നല്ല രീതിയിൽ തക്കാളി ചേർത്ത് കൊടുക്കാം. 2 തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് ഇളക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി കൂടി ചേർക്കാം. നമുക്ക് അര ടീസ്പൂൺ മുളക് പൊടി, ഇനി ഇതിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതാ ഈ കളറായി വരുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ല വലിയ കരിവേപ്പില ആയതുകൊണ്ട് നമുക്ക് ചെറുതായിട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുത്ത ശേഷം നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ കായപ്പൊടി ഇട്ട് കൊടുക്കണം. നിങ്ങൾക്ക് ഏത് കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഞങ്ങളിപ്പോൾ കായപ്പൊടി ഇട്ട് കൊടുത്തു. ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് തിളക്കട്ടെ. അതോടെ നമുക്ക് കാത്തിരിക്കാം. ഉപ്പ് കുറവാണെന്ന് തോന്നണമെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കട്ടെ നമുക്ക്. അപ്പോൾ അതാ ഇത് നന്നായിട്ട് ചൂടായി വരുന്നുണ്ട് കേട്ടോ. കണ്ട നല്ല
രീതിയിൽ ഇത് തിളക്കുന്നുണ്ട്. അപ്പോൾ ഗായ്സ് രസം നല്ല രീതിയിൽ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. നമുക്കിത് കുറച്ച് നേരം കൊണ്ട് തിളപ്പിച്ചാം. ഗായ്സ് ഇപ്പോൾ നമ്മൾ രസം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ അത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബായ്. പിന്നെ അത് മാത്രമല്ല, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.